ഗുഡ് മോർണിംഗ്. എമർജിൻ ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റിലത്തെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലത്തെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നിർത്തി. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ചെറിയൊരു പോർഷൻ മാത്രം ഡിസ്കസ് ചെയ്യാനുള്ള ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. ഷോർട്ടായിട്ട് 3P എന്ന് ചോദിക്കാറുണ്ട് സാധാരണ ക്വസ്റ്റ്യനിൽ. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. It refers to the practice of outsourcing logistics activities to external firms specialized in logistical operations. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ഔട്ട്സോഴ്സ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ടാസ്ക് നമ്മുടെ പുറത്തുള്ളൊരു ഏജൻസിക്ക് സെല് ചെയ്യാം. അതിന് വിളിക്കുന്ന പേരാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ലോജിസ്റ്റിക് ആക്ടിവിറ്റീസ്, ലോജിസ്റ്റിക്സിൽ മെയിനായിട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇത് മൂന്നുമാണ് മെയിനായിട്ടും ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഈ മൂന്ന് ആക്ടിവിറ്റീസും നമുക്ക് വേണമെങ്കിൽ പുറത്തുള്ള ഒരു ഏജൻസിക്ക്, ഒരു തേർഡ് പാർട്ടിക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രാക്ടീസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ടു എക്സ്റ്റേണൽ ഫേം സ്പെഷ്യലൈസ്ഡ് ഇൻ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആ തേർഡ് പാർട്ടി അവർ ആ ഒരു ബിസിനസ് മാത്രം ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, ആ ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പോൾ അവർക്കതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അവർക്കതിൽ എക്സ്പേർട്ട് നോളേജ് ഉണ്ട്, അവർ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തോളും. അപ്പം അങ്ങനെ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫേമിന് നമ്മുടെ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഔട്ട്സോഴ്സ് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ടി logistics. The external firms called logistic service providers specialized in some or all types of logistic operations. അപ്പോൾ നമ്മളിങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന തേർഡ് പാർട്ടി ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കറിയാം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ടും ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇത് മൂന്നുമാണ് മെയിനായിട്ട് വരിക. അതൊക്കെ ഇത് മൂന്നും കൂടി ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ ഓരോന്നിട്ട് ചിലപ്പോൾ ഒരു ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡർ ചിലപ്പോൾ ട്രാൻസ്പോർട്ടിങ് മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. അതാണ് പറയുന്നത് ദി എക്സ്റ്റേണൽ ഫേംസ് കോൾ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡേഴ്സ് സ്പെഷ്യലൈസ് ഇൻ സം. ചിലപ്പോൾ അവർ ഓരോന്നിലായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഓരോന്നിലായിരിക്കും സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഓൾ ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി മാനേജ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സും ഉണ്ടായിരിക്കും. ഇറ്റ് എനേബിൾസ് മാനുഫാക്ചേഴ്സ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദെയർ കോർ ബിസിനസ് വൈൽ എൻജോയിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ മാനുഫാക്ചർക്ക് അവരുടെ മെയിൻ ബിസിനസ്സിൽ, അവരുടെ കോർ ബിസിനസ്സിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടെൻഷൻ നമുക്ക് അവരുടെ തലയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഏരിയനെ കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട, അത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത ആ തേർഡ് പാർട്ടി പ്രോപ്പറായിട്ട് ചെയ്തോളും. നമുക്ക് നമ്മുടെ മാനുഫാക്ചറിങ്ങിലും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. തേർഡ് പാർട്ടി ഫേംസ് ക്യാൻ പെർഫോം ദെയർ ഫംഗ്ഷൻ ഇൻ ദ മോസ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ് മാനർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അവർ സ്പെഷ്യലൈസേഷൻ ഉള്ള ആളായിരിക്കും. ഇപ്പോൾ അവർക്ക് സപ്പോസ് ഇപ്പോൾ മൂന്നും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണെങ്കിൽ, ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസിങ്ങും ഇൻവെൻട്രിയും, ഇത് മൂന്നും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അതിനുള്ള ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഏതാണ്, അതുപോലെ വെയർ ഹൗസിങ്ങിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ എന്തൊക്കെയാണ് മെഷേഴ്സ് ഉള്ളത്, ദെൻ എങ്ങനെയാണ് നമുക്കൊരു ഒപ്റ്റിമം ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, കാര്യങ്ങൾക്കൊക്കെ അവർക്ക് എക്സ്പേർട്ട് നോളേജ് ഉണ്ടാവും. ആ നോളേജ് അവർ നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവായ രീതിയിൽ നമ്മുടെ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആസ് എ റിസൾട്ട് നമുക്ക് എന്തുമാ ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്താ പറഞ്ഞത്, the third party firm can perform the functions in the most cost effective manner. Most of the companies entrust warehousing, transportation or information processing to the logistic service provider. സാധാരണ നമ്മൾ ഇങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വെയർ ഹൗസിങ് നമ്മൾ അതേപോലെ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഔട്ട്സോഴ്സ് ചെയ്യാറുണ്ട്, ദെൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് അത് നമ്മൾ ചെയ്യാറുണ്ട്. ഇതാണ് സാധാരണ കമ്പനികൾ ഈ തേർഡ് പാർട്ടിക്ക് 3PL ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് നമുക്കൊരു തേർഡ് പാർട്ടിക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. ഓക്കെ.
നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. ഈ നേരത്തെ നമ്മൾ പഠിച്ച തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കമ്പനീസ് ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദയർ കോർ ബിസിനസ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ പറഞ്ഞോണം തന്നെ അവർക്ക് അവരുടെ മെയിൻ ഏരിയ ഓഫ് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ആക്ടിവിറ്റി അവർക്ക് മുഴുവൻ ഒഴിവാക്കി അവർക്ക് അവരുടെ മെയിൻ ബിസിനസ്സിൽ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. നമ്മൾ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് അവർക്ക് അതിൽ സ്പെഷ്യലൈസേഷനുള്ള ആൾക്കാരാണ്. അവർക്കറിയാം ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഏറ്റവും കോസ്റ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഏതാണ് മോഡ്, അതുപോലെ വെയർ ഹൗസിങ് എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം, എല്ലാ കാര്യങ്ങളും എങ്ങനെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നടത്താം എന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടാവും. അപ്പോൾ അവർ മൊത്തം ടോട്ടൽ കോസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It can enjoy the benefits of expertise and specialization of logistics service providers. നമ്മളപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഒരു തേർഡ് പാർട്ടിക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അതിൽ എക്സ്പെർട്ട് ആയിരിക്കും, അവർക്ക് അതിൽ എക്സ്പെർട്ട് നോളജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നൊക്കെ ആർക്ക് അറിവുണ്ടാവും, ഈ 3PL നോളജ് ഉണ്ടാവും. ദെൻ എഫിഷ്യൻറ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവർക്ക് ബെറ്റർ കോസ്റ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒക്കെ അവർക്ക് എക്സ്പേർട്ട് നോളേജ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കുറയ്ക്കാനായിട്ട് പറ്റും. സേവിങ്സ് ഇൻ ദ ലോജിസ്റ്റിക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻസ്. അതുപോലെ നമുക്ക് നേരത്തെ ബെനിഫിറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ലോജിസ്റ്റിക്കൽ ഓപ്പറേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് നമുക്ക് കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻസ്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവാനായിട്ട് പറ്റും, ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സർവീസ്. നമ്മൾ പ്രോപ്പറായിട്ട് ലോജിസ്റ്റിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ ഈ തേർഡ് പാർട്ടിക്ക് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവർ വളരെ ഫാസ്റ്റായിട്ടും ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് കസ്റ്റമർ ഓർഡർ ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Then enables the companies to enter into the market or new type of business. അതായത് ഒരു ന്യൂ ടൈപ്പ് ഓഫ് ബിസിനസ് ആയിട്ട് പല ബിസിനസ്സുകാർക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ 3PL എന്ന് പറയുകയാണെങ്കിൽ പലർക്കും ഒരു പുതിയൊരു ബിസിനസ് ആയിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇത് തന്നെയാണ് പറയുന്നത്, ബിസിനസ്സിന് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ഒഴിവാക്കി അവർക്ക് മറ്റു കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ഡ്രോബാക്സ് ഓഫ് 3PL. ഈ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ ഡ്രോബാക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെഡ്യൂസ് ദ കൺട്രോൾ ഓഫ് കമ്പനി ഓവർ ദ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ. അതായത് നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തൊരാൾക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിന് കമ്പനിക്ക് യാതൊരു കൺട്രോൾ ഉണ്ടാവില്ല. ഈ ട്രാൻസ്പോർട്ടേഷൻ ആയാലും അതുപോലെ വെയർ ഹൗസിംഗ് ആയാലും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആയാലും അതിൽ യാതൊരു കൺട്രോളും ആർക്കുണ്ടാവില്ല, കമ്പനിക്ക് ഉണ്ടാവില്ല. എല്ലാം ആരാണ് ചെയ്യുക, ഈ തേർഡ് പാർട്ടിയാണ് ചെയ്യുക. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. നമ്മുടെ ആക്ടിവിറ്റീസിന് നമുക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടിങ് കമ്പനി ഏതാണ്, എവിടെയാണ് നമ്മുടെ ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, അതുപോലെ നമ്മുടെ ഇൻവെൻട്രി എല്ലാവരും ബാലൻസ് ഇൻവെൻട്രി എത്രയുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു അറിവും ആർക്കുണ്ടാവില്ല, ഈ ബിസിനസ്സിന് ഉണ്ടാവില്ല, കമ്പനിക്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഈസ് ലീഡ്സ് ടു ഡിപ്പെൻഡൻസി ഓൺ സർവീസ് പ്രൊവൈഡേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ആവശ്യമുണ്ടാവും, നമ്മളെല്ലാ കാര്യങ്ങൾക്കും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു സർവീസ് പ്രൊവൈഡറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അയാളുടെ ഫെസിലിറ്റീസും അയാളുടെ കൺവീനിയൻസും ഒക്കെ വെച്ചിട്ട് വേണ്ടി വരും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അത് നമുക്ക് ചില കമ്പനികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇറ്റ് റെഡ്യൂസ് ദ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ ഈ വെയർ ഹൗസിംഗ് ഒക്കെ അല്ല ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മൾ ആർക്കാണോ ഗുഡ്സ് കൊടുത്തേക്കുന്നത്, മേ ബി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവാം. നമ്മളിപ്പോൾ വെയർ ഹൗസിംഗ് നടത്തി നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് വഴി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ എത്തിക്കുമ്പോൾ ഇത് ആരാണ് എത്തിക്കുക, നമ്മളല്ല എത്തിക്കുക, നമ്മുടെ തേർഡ് പാർട്ടിയാണ് എത്തിക്കുക. അപ്പോൾ നമുക്കും അവരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി കുറയും. ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ 3PLൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. കമ്പനിക്ക് അതിൻ്റെ ലോജിസ്റ്റിക് ആക്ടിവിറ്റീസിന് മുകളിൽ യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. കമ്പനി ഏത് ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റിയാണ് നടത്തുന്നത് എന്നുള്ളൊരു അവെയർനെസ് ആർക്കും ഉണ്ടാവില്ല, കമ്പനിക്ക് ഉണ്ടാവില്ല. എല്ലാം ചെയ്യുന്നത് ആരായിരിക്കും, ഈ തേർഡ് പാർട്ടി ആയിരിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ്, അതായത് 4PL. നേരത്തെ പഠിച്ച 3PL ആയിരുന്നു, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4PL. ആ 4PL ഉദ്ദേശിക്കുന്നത് ദ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് ഫേം ഈസ് എ ഫേം വിച്ച് മാനേജസ് സെവറൽ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ഫേം എൻഗേജ് ഇൻ പെർഫോമിംഗ് ദ ലോജിസ്റ്റിക്സ് ഫംഗ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തേർഡ് പാർട്ടി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓരോ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു.
ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞത് ഒരു തേർഡ് പാർട്ടിക്ക് അലോട്ട് ചെയ്ത് കൊടുത്തു. വേറൊരു തേർഡ് പാർട്ടിക്ക് വെയർ ഹൗസിംഗ് അലോട്ട് ചെയ്ത് കൊടുത്തു. വേറൊരു തേർഡ് പാർട്ടിക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് അലോട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മുടെ കമ്പനിയിൽ എത്ര 3PL വരും? 3 3PL വരും. ട്രാൻസ്പോർട്ടിംഗ് മാനേജ് ചെയ്യാനായിട്ട് ഒരാൾ, വെയർ ഹൗസിംഗ് മാനേജ് ചെയ്യാനായിട്ട് ഒരാൾ, ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ് നടത്താനായിട്ട് വേറൊരാൾ. ഈ 3 പേരും കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന, സർവീസ് പ്രൊവൈഡറിനെ വിളിക്കുന്ന പേരാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്. എ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക് ഫേം ഈസ് എ ഫേം വിച്ച് മാനേജസ് several third-party logistics firm engaged in performing logistic function. ഈ ലോജിസ്റ്റിക്സ് ഫംഗ്ഷനെ പെർഫോം ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്ന പല 3PLകാരെയും കൺട്രോൾ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് 4PL എന്ന് വിളിക്കുന്നത്. Such firms manage the activities of several third-party logistics firms. The manufacturer not only outsource the organization of its logistical task to third party but also the entire supply chain. നമുക്ക് വേണമെങ്കിൽ ഈ 4PLനെ നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ എൻറ്റയർ സപ്ലൈ ചെയിൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. The manufacturer not only outsource the organization of its logistics task to third party but also the entire supply chain. They integrate their technical knowledge and capabilities with those of the third party firm to design and develop solutions for the logistical problem. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ 3 3PL ഉണ്ടായിരുന്നു. ഡീൽസ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ, വൺ ഡീൽസ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ, സെക്കൻഡ് വൺ ഡീൽസ് വിത്ത് വെയർ ഹൗസിംഗ് ആൻഡ് നെക്സ്റ്റ് വൺ ഡീൽസ് വിത്ത് ഇൻവെന്ററി മാനേജ്മെന്റ്. ഈ 3 പേരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഒരു 4PLനും കൂടി ഒരു സർവീസ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 4PLും ഈ 3PLും കൂടി ചേർന്ന് അവരുടെ ടെക്നിക്കൽ നോഹോ ഒക്കെ ആഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലോജിസ്റ്റിക്കൽ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് ദേ ഇൻ്റഗ്രേറ്റ് ദയർ ടെക്നിക്കൽ നോളേജ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് വിത്ത് ദോസ് ഓഫ് ദി തേർഡ് പാർട്ടി. 4PLൻ്റെ നോളേജും അതുപോലെ 3PLൻ്റെ നോളേജും കൂടി അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഡിസൈൻ ആൻഡ് ഡെവലപ്പ് സൊല്യൂഷൻസ് ഫോർ ദി ലോജിസ്റ്റിക്കൽ പ്രോബ്ലം. നമ്മുടെ ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക്കൽ പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇവർ 2 പേരും കൂടി അവരുടെ ടെക്നിക്കൽ നോഹോ ഒക്കെ ആഡ് ചെയ്ത് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. A fourth party logistics provider can also be considered as a consulting firm specialized in logistics, transportation and supply chain. അപ്പോൾ ഇവർക്ക് ഒരു സിംഗിൾ എക്സ്പെർട്ടൈസ് അല്ല ഉള്ളത്, അവർ മൾട്ടി എക്സ്പെർട്ട് ഉള്ള കമ്പനികളായിരിക്കും. അവർക്ക് പല ഏരിയയിലും ലോജിസ്റ്റിക്സിലും എക്സ്പെർട്ടൈസ് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടിങ്ങിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും, സപ്ലൈ ചെയിനിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാം, പ്ലസ് നമ്മുടെ എൻറ്റയർ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡറിനെ വിളിക്കുന്ന പേരാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മളെ കമ്പനിയിലുള്ള തേർഡ് പാർട്ടി 3PLനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേറൊരു സർവീസ് പ്രൊവൈഡർക്ക് ചാർജ് കൊടുക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് 3PL വേഴ്സസ് 4PL. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച 3PLും ഇപ്പോൾ പഠിച്ച 4PLും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വലിയ കാര്യമുള്ള ഡിഫറൻസ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഇത് പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് വൺ ഈസ് 4PL ഈസ് മച്ച് സൂട്ടബിൾ ഫോർ മീഡിയം ടു ലാർജ് ബിസിനസ് വൈൽ 3PL ഈസ് സൂട്ടബിൾ ഫോർ സ്മോൾ ടു മീഡിയം ബിസിനസ്. അതായത് ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷന് മെയിനായിട്ട് സൂട്ടാവുന്ന ഒരു PL ആണ് 4PL എന്ന് പറയുന്നത്. കാരണം അതിൽ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ 4PL ഈസ് മോർ സൂട്ടബിൾ ടു മീഡിയം ടു ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ. അതേസമയം 3PL ആണെങ്കിൽ അത് അത്രയ്ക്ക് കോസ്റ്റ്ലി അല്ല. ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ സ്മോൾ ടു മീഡിയം സൈസ് ഓർഗനൈസേഷൻ. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. Then 4PL manages and control all the activities within the supply chain network, whereas 3PL focuses more on logistic operation. 4PL ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ അവർ എൻറ്റയർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നടത്തിക്കോളും 4PL ആണെങ്കിൽ. അതേസമയം 3PL ആണെങ്കിൽ അവർ ഏത് മാത്രം നോക്കുള്ളൂ? ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ എൻറ്റയർ സപ്ലൈ ചെയിൻ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ഏതാണ്? 4PL ആണ്. അതേസമയം നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി മാത്രം നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മൾ ഏത് സെലക്ട് ചെയ്താൽ മതി? 3PL സെലക്ട് ചെയ്താൽ മതി. Then last one is 4PL maintains a single point of contact for its operation. നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് 4PL ആണെങ്കിൽ നമുക്ക് ഒരാളെ കോൺടാക്ട് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ എൻറ്റയർ ആക്ടിവിറ്റി ഒരാളെയാണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു സിംഗിൾ എൻറ്റിറ്റീനെ അല്ലെങ്കിൽ ആ സിംഗിൾ ഓർഗനൈസേഷൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അതേസമയം നമ്മൾ 3PL ആണെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ഒരു 3PL ഉണ്ടാവും,
വെയർ ഹൗസിന് വേറെ 3PL ഉണ്ടാവും, ഇൻവെൻട്രിക്ക് വേറെ 3PL ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനും നമ്മൾ ഓരോ സെപ്പറേറ്റ് 3PL ആയതുകൊണ്ട് ഇവരെ 3 പേര് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. 4PL അതിന് ആവശ്യമില്ല, ഇതെല്ലാതും ചെയ്യുന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയതുകൊണ്ട് നമുക്ക് അവർക്ക് മാത്രം ഡയറക്ഷൻസ് കൊടുത്താൽ മതിയാവും. അതൊരു ബെനിഫിറ്റാണ്. അത് ഏതിൽ പറ്റില്ല? 3PL പറ്റില്ല. അപ്പോൾ ഇതാണ് 3PL 4PL തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3PL ആണെങ്കിൽ നമ്മൾ എന്തുമാത്രം ഔട്ട്സോഴ്സ് ചെയ്യലോ നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിന് അണ്ടറിൽ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് ആൻഡ് ഇൻവെൻട്രി, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുള്ളൂ 3PL. അതേസമയം 4PL ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എൻറ്റയർ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ, അതിൽ വരുന്ന എൻറ്റയർ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് നമുക്ക് ഒരു തേർഡ് പാർട്ടിക്ക് അലോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കും. അതുള്ളതാണ് 4PL എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും, നമുക്ക് എക്സ്പെൻസീവ് ആയിരിക്കും. സോ 4PL ഈസ് അഫോർഡബിൾ ടു ഓൺലി ഫോർ ലാർജ് സ്കെയിൽ ഓർ മീഡിയം സ്കെയിൽ ഓർഗനൈസേഷൻസ്. ഓക്കെ, താങ്ക് യു.